രാഹുൽ ഇനി മത്സരിക്കുമോ? മത്സരിച്ചാൽ തന്നെ പാലക്കാട്ടെ പ്രബുദ്ധരായ വോട്ടർമാർ അദ്ദേഹത്തിന് വോട്ട് ചെയ്യും. അദ്ദേഹം ജയിക്കുമോ, വീണ്ടും MLA ആവുമോ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. ജനമായതുകൊണ്ട് പലതും ചെയ്യും. നമ്മളാരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പല പ്രതികരണങ്ങളും വോട്ടർമാരുടെ ഭാഗത്തുണ്ടാവും. അവരുടെ തീരുമാനം എല്ലായ്പ്പോഴും ശരിയായിക്കൊള്ളണം എന്നില്ല. എന്ന് വെച്ചാൽ അവരുടെ തീരുമാനം തെറ്റായിക്കൊള്ളണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റുകയില്ല. ഇവിടെ പറയാൻ പോണ വോട്ടിനെക്കുറിച്ച് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചോ അല്ല. ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പണം വാങ്ങിയിട്ട് അവനെ തരമുള്ളൂ നിരന്തരമായി ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വേറൊരു കൂട്ടരുണ്ട്. അത് ചില യൂട്യൂബ് ചാനലുകൾ നടത്തുന്ന ആളുകൾ. രാഹുലിൻ്റെ നിരപരാധിത്വം തെളിക്കും, ഈ പരാതിക്കാരിയുടെ ചെമ്പ് തെളിക്കും, പരിപ്പ് വെന്തില്ല, കണ്ടം വഴി ഓടിച്ചു എന്നൊക്കെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ചാനലുകാരുണ്ട്. ചാനലെന്ന് വെച്ചാൽ ടെലിവിഷൻ ചാനലല്ല, ഈ യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളുകളുണ്ട്. അവരൊന്നും പേര് ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ പ്രചരണം ഒരു ഭാഗത്തെ കൂടി നടക്കുന്നു. അതോടൊപ്പം തന്നെ വേറൊരു പുതിയ സമരമുഖം തുറന്നിരിക്കുകയാണ്. ഞാൻ യഥാർത്ഥത്തിൽ അതാ പറയാൻ വന്നത്. അതെന്താ വെച്ചാൽ ഈ പരാതി കൊടുത്ത സ്ത്രീകളെക്കുറിച്ച് പരാതി കൊടുക്കുക എന്നുള്ളതാണ്. പരാതിക്കാർക്കെതിരെ പരാതി കൊടുക്കുക. അങ്ങനെ പരാതിക്കാരിയെ പ്രതിസ്ഥാനത്ത് വരുത്തുക, വാദിക പ്രതിയാക്കുക. ഇദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിച്ചാലും പോരാ, ഈ പ്രതി അല്ലെങ്കിൽ ആ കുറ്റാരോപണം നടത്തിയ ആൾ വളരെ അസാൻമാർഗിക ജീവിതം നയിക്കുന്ന ആളാണ് എന്ന് യൂട്യൂബ് ചാനലുകാരെ കൊണ്ട് പറയുക, അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിപ്പിക്കുക മാത്രമല്ല, അവർക്കെതിരെ പോലീസിൽ പരാതി കൊടുക്കുക, കോടതിയിൽ പെറ്റീഷൻ കൊടുക്കുക. അങ്ങനെ ഇനി മേലിൽ ആരും ഇയാൾക്കെതിരെ പരാതി കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ പുതിയ ആശയം. അതിനും നല്ല സ്വീകാര്യത കിട്ടുന്നുണ്ട്. പുള്ളി നേരിട്ട് കൊടുക്കുന്നില്ല. ചിലതൊക്കെ പുള്ളിയുടെ ചേർന്ന ആടുതലികളെ കൊണ്ട് കൊടുപ്പിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അഭ്യുദയകാംക്ഷികൾ, അല്ലെ ഇദ്ദേഹം ഒരു യോഗ്യനാണെന്ന് വിചാരിച്ചിട്ടുള്ള ആളുകൾ, പിന്നെ രാഹുൽ ഈശ്വറിനെ പോലുള്ള ചില മഫന്മാർ, ഇവരൊക്കെ നിരന്തരമായിട്ട് ഇങ്ങനെ അതിജീവിതകൾ എന്ന് പറയുന്ന പരാതിക്കാരെ അപഹസിക്കുകയും അവഹേളിക്കുകയും ചവിട്ടിത്തേക്കുകയും അവരെക്കുറിച്ച് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുകയും, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ യോഗ്യന്മാരാണ്, ഞങ്ങൾ അതിജീവിതക്കൊപ്പം ഇത് പറയിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ പരാതിക്കാർക്കെതിരായിട്ട് പരാതി കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ പരാതി കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പോലീസ് സ്റ്റേഷനിൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഏത് പരാതി വേണമെങ്കിലും കൊടുക്കാം. ഈ അതിജീവിത രാഹുൽ മാങ്കൂട്ടത്തെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കി എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കേസ് കൊടുക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല. ഒരു പായ വെള്ളക്കടലാസും പേനയിലും മഷിയും ഉണ്ടെങ്കിൽ ആർക്ക് ഏത് പരാതി എവിടെയും കൊടുക്കാം. അതിൽ യാതൊരു തെറ്റുമില്ല.